കേരളം ഇനി ആര് ഭരിക്കണമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട കണക്കൂട്ടലുകളും പ്രതീക്ഷയിലുമാണ് മുന്നണികൾ. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി അധികാരത്തിൽ തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. 80-ൽ കുറയാത്ത സീറ്റ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പക്ഷേ തരംഗമുണ്ടായാൽ 100-ന് മുകളിലേക്ക് എത്തുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കി. വിവിധ ബ്യൂറോകളിൽ നിന്ന് VV അരുൺ ചേരും. ഡാൻ കുര്യനുണ്ട്, ശ്രീജിത്തുണ്ട്, അനുമോദുണ്ട്, ശരണ്യയുണ്ട്, ആജ്ഞയുണ്ട്, അനീഷ് കുമാറുണ്ട്, ബൈജു ഉണ്ട്. നമുക്ക് ആദ്യം അരുണിലേക്ക് വളരെ വേഗമൊന്ന് പോകണം. അരുൺ, അല്പം മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നടന്നത്. അതിൽ അവരുടെ നാളത്തെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പങ്കുവെക്കാം ആദ്യം. എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അല്പം മുമ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി കൃത്യമായ ക്രമീകരണങ്ങൾ പരിശോധിച്ചിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടെണ്ണൽ തന്നെയാണ്. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ആദ്യം EVM മെഷീനുകളിലേക്ക് കടക്കില്ല, പകരം പോസ്റ്റൽ വോട്ടുകളാണ് ഇന്ന്. ഇത്തവണ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരാൻ സമയമെടുക്കും. പോസ്റ്റൽ വോട്ടുകൾ സംബന്ധിച്ച തർക്കങ്ങളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ പ്രക്രിയ എത്രത്തോളം സുഗമമായി തുടക്കത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. 8:30യോടുകൂടി EVM മെഷീനുകളിലേക്ക് കടക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. എല്ലായിടത്തും അതിനുള്ള 43 സ്ഥലങ്ങളിലെ 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 140 ROമാരും 1340 അഡീഷണൽ AROമാരും 4208 സൂക്ഷ്മ നിരീക്ഷകരും 4208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും ഉൾപ്പെടെ 10465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് മാത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് എണ്ണുക. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVM വോട്ട് എണ്ണുന്നതിന് പരമാവധി 14 കൗണ്ടിംഗ് ടേബിളുകൾ സജ്ജീകരിക്കും. പോസ്റ്റൽ ബാലറ്റുകൾക്ക് 500 എണ്ണത്തിന് ഒന്നെന്ന കണക്കിൽ പ്രത്യേക കൗണ്ടിംഗ് ടേബിളുകളും ഓരോന്നിനും ഓരോ ARO എന്ന നിലയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തവണ സംസ്ഥാനത്ത് ഈ കൗണ്ടിംഗ് മെഷീനുകൾ EVMകൾ സൂക്ഷിച്ചിരിക്കുന്ന റൂമുകൾക്ക് സുരക്ഷയില്ലെന്ന വലിയ ആശങ്കയൊക്കെ ഉയർന്നു വന്നു. പലയിടങ്ങളിലും അനുമതിയില്ലാതെ സ്ട്രോങ് റൂമുകൾ തുറന്നുവെന്ന പരാതികൾ വന്നു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ക്രമീകരണം ഇത്തവണ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ സ്ഥാനാർത്ഥികളുടെയോ അവരുടെ അംഗീകൃത പ്രതികളുടെ സാന്നിധ്യത്തിൽ ഒബ്സർവർമാർ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ സാക്ഷിയാക്കി വീഡിയോ റെക്കോർഡിംഗ് അടക്കം നടത്തിയാകും തുറക്കുക. 7 മണിയോടുകൂടി ഈ സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റ് വോട്ടിൽ ആദ്യം, പിന്നീട് 8:30യോടുകൂടി EVMകളിലേക്ക് കടക്കും. 8:45 മുമ്പ് തന്നെ ആദ്യ റൗണ്ട് ഫലസൂചനകൾ പുറത്തു വരും. 9 മണിക്ക് കൃത്യമായൊരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മനസ്സിലാകും. 9:30-10 മണിയോടുകൂടി സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകുന്ന തരത്തിലാണ് വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷമിക്കണം. ഈ പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണും. പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട ഫലസൂചനകൾ 8:15 തന്നെ ലഭ്യമാകാൻ സാധ്യതയുണ്ടോ? അതിനുശേഷം 8:30ക്കാണ് ബാലറ്റിലേക്ക്, നമ്മുടെ ഈ വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുക. അത് 8:45 ആകുമായിരിക്കും. പക്ഷേ ഒരു 10-15 മിനിറ്റിനകം തന്നെ ഒരു ഫലസൂചനകൾ പ്രേക്ഷകർ എത്തിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ക്രമീകരണം? അവരുടെ സൈറ്റുകളുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? 8:30യോടുകൂടി ആദ്യ ഫലസൂചനകൾ ലഭിക്കും എന്ന പ്രതീക്ഷ ഇപ്പോഴില്ല. കാരണം ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന പ്രക്രിയ കുറച്ച് നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അവരുടെ ഉദ്യോഗസ്ഥരൊക്കെ സൂചിപ്പിക്കുന്നത്. 8:45 വളരെ കൃത്യമായി, ആദ്യമൊക്കെ പോസ്റ്റ് വോട്ടുകളുടെ ഒരു ഏകദേശ കണക്കുകൾ മാത്രമാകും വരിക. പക്ഷേ 8:45 EVM മെഷീനുകൾ 8:30ക്ക് EVM മെഷീനുകൾ വോട്ടുകൾ എണ്ണി തുടങ്ങും. അത് 8:45 ഒരു കൃത്യമായ കണക്കുകളിലേക്ക് പോകാം. ഇത്തവണ ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട വലിയ തർക്കമൊക്കെ നിലനിന്നതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു പരിശോധന ഉണ്ടാകാനാണ് സാധ്യത. 8:45 ഒരു ആദ്യ 1-2 റൗണ്ടുകൾ 8:45 തന്നെ എണ്ണിപ്പോകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അവിടെ ആദ്യ ഫലസൂചനകൾ പുറത്ത് വന്ന് തുടങ്ങും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. 3 മുന്നണികൾക്കും ഏറെ നിർണായകം. ഇടതുമുന്നണിക്കാകട്ടെ 2 തവണ തുടർച്ചയായ ഭരണം, 10 വർഷത്തെ ഭരണം, അത് വീണ്ടും
ഒരു 5 വർഷത്തേക്ക് പോകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. ചുരുങ്ങിയത് 74 സീറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇടതുമുന്നണി നേതാക്കൾക്ക് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അവർ തുടർഭരണത്തിൽ തുടർച്ച പ്രതീക്ഷിക്കുന്നു. ഹാട്രിക് വിജയത്തിൽ പിണറായി 3.0 സംഭവിക്കുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു. UDF ആകട്ടെ 10 വർഷത്തെ LDF ഭരണത്തിന് 10 വർഷത്തെ ഭരണ വരൾച്ചയ്ക്ക് ഒരു അറുതി ഉണ്ടാകും. ഇത്തവണ UDF തന്നെ അധികാരത്തെത്തുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ വളരെ സജീവമായി ചർച്ചകളും തർക്കങ്ങളും സജീവമായി മുന്നോട്ട് പോകുന്നു. പടനായകനായ VD സതീശനെ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹവും അതിന് അനുകൂലം ഉറപ്പിക്കുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്, നേരത്തെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ്. ഇത്തവണ അദ്ദേഹത്തെ തന്നെ അവസരം ലഭിക്കുമെന്ന് ചെന്നിത്തല അനുകൂലികൾ വളരെ വലിയ പ്രതീക്ഷയിലാണ്. പ്രതിഫലനമൊക്കെ ഉണ്ടായിരുന്നു. ഹരിപ്പാട്ട് രമേശ് സതീശന്റെ ഫ്ലെക്സ് ഒക്കെ നശിപ്പിച്ചു. ഒപ്പം പരുമലപ്പള്ളിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു. അവിടുത്തെ അങ്ങനെ പ്രധാനമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നാളെ മുതൽ നമുക്ക് പലതും പ്രതീക്ഷിക്കണം. അപ്പോഴും അരുണ്, ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എവിടെയാണ്? പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് ധർമ്മടത്തെത്തിയിട്ടുണ്ട്. VD സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്ന് അറിയുന്നു. നാളെ തെരഞ്ഞെടുപ്പ് ദിവസം ഇവരുടെയൊക്കെ പരിപാടി എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച തന്നെ കണ്ണൂരിലെത്തിയിരുന്നു. അദ്ദേഹം ഇന്നലെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുത്തു. മുഖ്യമന്ത്രി ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിൽ ഇന്നലെ പങ്കെടുത്തു. മന്ത്രിമാർക്കൊക്കെ വിജയാശംസ നേർന്നു. 5-ാം തീയതി വീണ്ടും കാണാം, നേരിട്ടുള്ള ക്യാബിനറ്റ് പങ്കെടുക്കാൻ എല്ലാവരും എത്തണമെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥരോട് തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ചു. യോഗങ്ങളൊക്കെ ഇത് യാത്ര പറയൽ യോഗങ്ങളല്ല, ഇതിൻ്റെ തുടർച്ച 2 ആഴ്ചയ്ക്ക് നമ്മൾ വീണ്ടും കാണാമെന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ സെക്രട്ടറിമാരോട് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് പോയത്. മന്ത്രിമാരോട് വീണ്ടും കാണാമെന്ന് പറയുന്നു. അദ്ദേഹം വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. നാളെയും അദ്ദേഹം കണ്ണൂരിലുണ്ടാകും. 5-ാം തീയതി രാവിലെ 11 മണിക്ക് മന്ത്രിസഭാ യോഗം, അതായത് ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നു എന്ന കാര്യം ഗവർണറെ അറിയിക്കാൻ ഔദ്യോഗികമായ ഒരു യോഗം ചേരേണ്ടതുണ്ട്. 5-ാം തീയതി ചേരും. മുഖ്യമന്ത്രി 5-ാം തീയതി രാവിലെ തിരുവനന്തപുരത്തെത്തും. പ്രതിപക്ഷ VD സതീശൻ ഇന്ന് കോട്ടയത്ത് പോയ ശേഷം രാത്രി 10 മണിയോടുകൂടി വന്ദേ ഭാരത് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് എത്തി കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പോകും. അവിടെ നിന്ന് ദിവസങ്ങൾക്കുള്ളിൽ ക്ലിഫ് ഹൗസിലേക്ക് മാറാമെന്ന പ്രതീക്ഷയാണ് VD സതീശന് ഉള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നാളെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാരാജി ഭവനിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണുക. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉച്ചവരെയെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. UDF KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നാളെ ഉച്ചവരെ തിരുവനന്തപുരത്തും അതിനുശേഷം കണ്ണൂരിലേക്കും പോകും. രമേശ് ചെന്നിത്തല ഉച്ചവരെ മണ്ഡലത്തിലാണ്. അതിനുശേഷം അദ്ദേഹം വിജയശ്രീ ലാളിതനായി മുഖ്യമന്ത്രി കസേരയെ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഉച്ചയോടുകൂടി എത്തും. KC വേണുഗോപാൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹവും തിരുവനന്തപുരത്താണ് തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കുക. കെട്ടിയിറക്കപ്പെടുന്ന ആളെന്ന വിമർശനമുള്ളപ്പോഴും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, ഒരുപക്ഷെ MLA-മാർ വരാൻ പോകുന്ന ആളുകൾ ഭൂരിപക്ഷവും തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹവും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്നത് പ്രത്യേകതയാണ്. BJPയുടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെ 3 മുന്നണികളുടെയും നേതാക്കൾ, സ്ഥാനാർത്ഥികൾ എന്നിവ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിലാകും ഉണ്ടാകും. അദ്ദേഹത്തിന് കേരളത്തെ പോലെ തന്നെ ഒരു അത്ര അധികമില്ലെങ്കിൽ പോലും ബംഗാളിലെ ഫലവും, ബംഗാളിൽ ദീർഘനാൾ ഭരിച്ച ബംഗാളിൽ ഇത്തവണ ഒരു സീറ്റെങ്കിലും ലഭിക്കുമോ എന്ന വലിയ പ്രതീക്ഷയിൽ ബേബി അവസാന ഘട്ടത്തിലൊക്കെ ബംഗാൾ കേന്ദ്രീകരിച്ച്, പശ്ചിമബംഗാൾ കേന്ദ്രീകരിച്ച് അവിടെ പ്രവർത്തിച്ച ആളാണ്. അവിടെ ഇത്തവണ സീറ്റ് ലഭിക്കും വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. തമിഴ്നാടിൻ്റെ സഖ്യത്തിൽ അവിടെ വീണ്ടും DMK അധികാരത്തിൽ വരുന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ MA ബേബി ഡൽഹിയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരുപക്ഷെ കോൺഗ്രസ്സാണ് ഭരണത്തിലേക്ക് വരുന്നതെങ്കിൽ AICCയുടെ വലിയൊരു പട കേരളത്തിലേക്ക് എത്തും. വലിയ ചർച്ചകൾ അവിടെ തുടക്കമിടും. CPMൻ്റെ ജനറൽ സെക്രട്ടറിക്കും ഇടതുമുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളത്തിലേക്ക് വരേണ്ടി വരും. 6-ാം തീയതി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നു. CPM നേതാക്കളുടെ ഒരു പ്രതീക്ഷ 5-ാം തീയതി സെക്രട്ടേറിയറ്റ്, 6-ാം തീയതി സംസ്ഥാന കമ്മിറ്റി, പിന്നീട് LDF മന്ത്രിസഭാ രൂപീകരണം. അങ്ങനെയാണ് അവരുടെ അജണ്ട മുന്നോട്ട് പോകുന്നത്. നിയമസഭയുടെ ഭാഗത്തും MLA-മാരുടെ സത്യപ്രതിജ്ഞകളുടെ ഒരുക്കങ്ങളൊക്കെ ഇതിനിടയിൽ പൂർത്തിയാകും. ഗവർണറെ മുഖ്യമന്ത്രി കണ്ട് ഈ ഭരണം മാറുന്നു, പുതിയ സർക്കാരിനെ അധികാരത്തെത്താനുള്ള നടപടിയിലേക്ക് പോകണമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അഭ്യർത്ഥിക്കണം. അത് ഏത് സർക്കാർ വന്നാലും അത്തരമൊരു നടപടിയുണ്ട്. ആ സമയത്ത് മുഖ്യമന്ത്രിയെ കാവൽ മുഖ്യമന്ത്രിയായി, അടുത്ത മന്ത്രിസഭ അധികാരമേറ്റുന്നവരെ കാവൽ മുഖ്യമന്ത്രിയായി ഗവർണർ ചുമതലപ്പെടുത്തും. അങ്ങനെ നിരവധി നടപടിക്രമങ്ങൾ ഗവൺമെന്റ് തലത്തിൽ തീർച്ചയായും അത്തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു. കൃത്യമായ കാര്യങ്ങൾ അവർ വിശദീകരിച്ചു. ഇപ്പോൾ നമ്മളൊപ്പം CB അനുമോദ് കൂടി മലപ്പുറത്ത് ചേരുന്നുണ്ട്. മലപ്പുറമാണ് ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുക, സംശയമില്ല. മുസ്ലിം ലീഗിൻ്റെ വലിയ ഒരു സാന്നിധ്യം, എത്ര സീറ്റുകൾ ജയിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ
ലീഗ് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. അനുമോദ ചേരുന്നുണ്ട്. അനുമോദ, അവിടെ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി എന്ന് കരുതാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ ഇടപെടലും മറ്റുമുണ്ട്. എന്താണ് അവസാന ദിവസം ഈ മണിക്കൂറുകളിൽ ലീഗ് കേന്ദ്രങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ? എന്ത് മനസ്സിലാക്കണം? UDF ഭരണത്തിൽ വന്നാൽ കേന്ദ്ര ബിന്ദുവാകാൻ പോകുന്ന, അനുമോദനം നന്നായിട്ട് പണി വരാൻ പോകുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. രഞ്ജിത്ത്, തീർച്ചയായും UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല 10 വർഷമായി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അതിൻ്റെ ആ കുറവുകൾ ഇനിയുള്ള 5 വർഷത്താൽ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ നേടുമെന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. 25-ൽ 20-ലേറെ സീറ്റുകൾ അവർ കണക്കാക്കുന്നുണ്ട് വിജയത്തിൽ. അതിലൊരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 22, 23-ലേക്ക് കടക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ തന്നെ 5 മന്ത്രിസ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്ന് ലീഗിന് അവകാശവാദമുണ്ട്. കാരണം കഴിഞ്ഞ തവണ 5 മന്ത്രിസ്ഥാനം അവർക്ക് ലഭിച്ചതാണ്. ഇത്തവണ അതിൽ കൂടുതൽ 20-ലേറെ MLA-മാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ ക്യാബിനറ്റ് സ്ഥാനങ്ങൾ അവർ വാങ്ങിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് സമ്മർദ്ദം ചെലുത്തുന്നില്ല, അത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് ലീഗ് പറയുമ്പോഴും ലീഗിന് വേണ്ടത് ലീഗ് കൃത്യമായി അത് UDF-ൽ നിന്ന് നേടിയെടുക്കുക തന്നെ ചെയ്യും. അതാണ് ലീഗിൻ്റെ ഒരു ശൈലിയും. ലീഗ് അത് കൃത്യമായിട്ട് അത് മുൻ വർഷങ്ങളിലെ പോലെ മുൻപ് എങ്ങനെയായിരുന്നോ അത് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ലീഗിനാണെങ്കിൽ ഇത്തവണ ഒട്ടേറെ ഈ ഒരു ക്യാബിനറ്റ് സ്ഥാനത്തേക്ക് അർഹതയുള്ള ഒട്ടേറെ മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തുള്ള ഒരു സാഹചര്യം കൂടി. PK കുഞ്ഞാലിക്കുട്ടി എന്താണെങ്കിലും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം തന്നെ UDF-ന്റെ തന്നെ നട്ടെല്ലായി പലപ്പോഴും പ്രവർത്തിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹമാണ് UDF-നെ തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ ഘട്ടത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും നിർണായക സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന വ്യക്തി. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീറും N ഷംസുദ്ദീനും അതുപോലെ തന്നെ KM ഷാജിയും പാറക്കൽ അബ്ദുള്ളയും മഞ്ഞളാംകുടി അലിയും തുടങ്ങി ഒട്ടേറെ മുതിർന്ന നേതാക്കൾ എല്ലാം ഈ ഒരു നേട്ടത്തിന് UDF അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് സ്ഥാനത്തേക്കായി തയ്യാറെടുത്തിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരുപക്ഷെ ലീഗ് ചോദിച്ചില്ലെങ്കിൽ പോലും കൂടുതൽ മന്ത്രിസ്ഥാനമോ ക്യാബിനറ്റിലെ പദവികളോ, അതായത് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് തുടങ്ങിയ പദവികൾ ലീഗ് ഒരുപക്ഷെ ഡിമാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് UDF അധികാരത്തിലെത്തിയാൽ. എന്നാണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് ഇത്തവണ എക്സിറ്റ് പോളുകൾ കൂടി അനുകൂലമായൊരു സാഹചര്യത്തിൽ അവർക്ക് വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. 15 സീറ്റ് എന്നത് ഇത്തവണ 20-ലേറെ സീറ്റുകളിലേക്ക് ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തിരുവമ്പാടിയും അതുപോലെ തന്നെ കോഴിക്കോട് സൗത്തും താനൂരുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതുവരെ ലഭിക്കാതിരുന്ന സീറ്റുകളായിട്ടുള്ള ഗുരുവായൂർ ഏറെക്കാലത്തിന് ശേഷം ഒരുപക്ഷെ തരംഗമുണ്ടായാൽ ലഭിക്കുമെന്നൊരു കണക്കൂട്ടൽ വരെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. UDF-ന്റെ ശക്തി കേന്ദ്രമായിട്ട്, UDF-ന്റെ ശക്തി ദുർഗമായിട്ട് മുസ്ലിം ലീഗ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF-ന് അത്രയും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ ഒരു ദിവസത്തിനായി തയ്യാറെടുക്കുന്നത്. നാളെ 7 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ 16 മണ്ഡലങ്ങളിലെ ഫലം നിർണ്ണയിക്കുക. അവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധ പോവുക സ്വാഭാവികമായിട്ടും പൊന്നാനിയും തവനൂരും എണ്ണുന്ന പൊന്നാനി AV ഹൈസ്കൂളിലേക്കായിരിക്കും. കാരണം ഏറ്റവും വലിയ ശക്തമായ മത്സരം നടക്കുന്ന 2 ഇടങ്ങളാണ് പൊന്നാനിയും തവനൂരും. ഇത്തവണ 16-ൽ 16 UDF തൂത്തുവരെ എന്ന് പറയുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കില്ല പൊന്നാനിയും തവനൂരും എന്ന ആത്മവിശ്വാസം തന്നെയാണ് LDF-നും ഉള്ളത്. അതുപോലെ തന്നെ തിരൂരിൻ്റെയും താനൂരിൻ്റെയും വോട്ടെണ്ണുന്ന തിരൂരിലെ പോളിടെക്നിക്കിലും വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം അവിടെയും തിരൂരിലെ ഫലം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മണ്ഡലം മാറിയെത്തിയ B. അബ്ദുറഹ്മാൻ സ്വന്തം മികവിൽ എത്ര വോട്ടുകൾ നേടുമെന്നതാണ് തിരൂരിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാവുക. മറ്റ് 6 മണ്ഡലങ്ങളിലേത്, അതായത് കൊണ്ടോട്ടിയും മഞ്ചേരിയും ഏറനാടും പെരിന്തൽമണ്ണയും മങ്കടയും മലപ്പുറം ഗവൺമെൻറ് കോളേജിലാണ് എണ്ണുന്നത്. ഇത്തരത്തിൽ 7 കേന്ദ്രങ്ങളിലായിട്ട് 16 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. നമുക്ക് 8:30-ക്ക് മുമ്പായിട്ട് തന്നെ പ്രാഥമികമായിട്ടുള്ള സൂചനകൾ നൽകി തുടങ്ങാനാകും. എന്നാണെങ്കിലും ഇതിൽ LDF-നെ സംബന്ധിച്ച് 3 മണ്ഡലങ്ങൾ, അവർ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന 3 മണ്ഡലങ്ങൾ പൊന്നാനിയും തവനൂരും തിരൂരും, അത് പൊന്നാനിയും തവനൂരും നിലനിർത്തുകയും തിരൂർ പിടിച്ചെടുക്കുകയും ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മറുവശത്ത് UDF 16-ൽ 16 നേടി ഭരണത്തിലേക്ക് എത്തുന്നതിൽ ഏറ്റവും നിർണായക ശക്തിയായിട്ട് മലപ്പുറത്തെ UDF മാറും, മുസ്ലിം ലീഗ് മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായും മലപ്പുറം UDF വന്നാൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിമാർ, കോർപ്പറേഷൻ ബോർഡ്
അംഗങ്ങൾ ചെയർമാൻമാരൊക്കെ മലപ്പുറത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും, സംശയമില്ല. നമുക്കിനി ജി ശ്രീജിത്തിലേക്കൊന്ന് പോകണം. കോട്ടയത്ത് ശ്രീജിത്ത്, ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടയാൾ അസ്തിത്വം നിലനിർത്താൻ അവിടെ ജയിക്കണം ജോസ് കെ മാണിക്ക്. അതുമാത്രമല്ല, കോട്ടയത്തെ വിവിധ മണ്ഡലങ്ങളിൽ അതിശയകരമായ പോരാട്ടമാണ്, ത്രികോണ പോരാട്ടം പല മണ്ഡലങ്ങളിലുമുണ്ട്. കേന്ദ്രമന്ത്രിയുടെ അടക്കം സാന്നിധ്യം അവിടെ മത്സര രംഗത്തുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് കരുതാം. ഒപ്പം പുതിയ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഈ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു രഞ്ജിത്ത്. 5 ഇടങ്ങളിലായാണ് കൗണ്ടിംഗ് ഉണ്ടാവുക. കോട്ടയം നഗരത്തിൽ 3 കൗണ്ടിംഗ് സ്റ്റേഷനുകളുണ്ട്. അതായത് ഏറ്റുമാനൂർ കോട്ടയത്തിൻ്റെയും കോട്ടയം MD സെമിനാരി സ്കൂളിലാണ് വോട്ടെണ്ണുക. തൊട്ടിപ്പുറത്ത് ബസേലിയസ് കോളേജിൽ വൈക്കത്തിൻ്റെ വോട്ടെണ്ണുന്നു. പാലായിൽ കാർമൽ സ്കൂളിലാണ് പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ, ഒരു മണ്ഡലത്തിന്റെ പാലയുടെ വോട്ടെണ്ണൽ. തൊട്ടപ്പുറത്തെ കടുത്തുരുത്തിലെ വോട്ടെണ്ണലും അവിടെ തന്നെ കാർമൽ തന്നെ നടക്കുന്നു. പൂഞ്ഞാറിൽ കാഞ്ഞിരപ്പള്ളിയുടെയും പൂഞ്ഞാറിൻ്റെയും വോട്ടെണ്ണൽ നടക്കുന്ന അരുവിത്തറ കോളേജിലാണ്. ചങ്ങനാശ്ശേരിയിലാണ് പുതുപ്പള്ളിയുടെയും ഒപ്പം തന്നെ ചങ്ങനാശ്ശേരിയുടെയും വോട്ടെണ്ണൽ നടക്കുക. ഇവിടെ എല്ലാ സുരക്ഷയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി രാവിലെ 7:30 തന്നെ ഈ എന്താ പറയുക ഈ EVM-കൾ പുറത്തെത്തിക്കും. അതിനുശേഷം 8 മണിയോടുകൂടി പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ ആരംഭിക്കും. തൊണ്ട് പിന്നാലെയാണ് 8:30 EVM-കൾ എണ്ണിത്തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ ഇനി പ്രസക്തിയില്ലാതെ ഇനി മണിക്കൂറുകളിലേക്ക് മാറുകയാണ്. ഇനി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്ന് തുടങ്ങും എന്നുള്ളതാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണി വിജയിക്കും എന്ന വലിയ പ്രതീക്ഷയിലാണുള്ളത്. പക്ഷേ വിജയിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മന്ത്രിയാകാൻ ഇടതുമുന്നണി സർക്കാർ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനമായും ഉയർന്നു നിൽക്കുന്നത്. ഇനി അതിനും അപ്പുറത്തേക്ക് ഇനി അങ്ങനെ ഒരു ഇടത് സർക്കാർ ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മുന്നണി മാറി UDF-ൽ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. അതിന് UDF-ന്റെ ഇത്തവണത്തെ മാർജിൻ എത്ര എന്നുള്ളത് അതിൽ പ്രധാനമാണ്. ഒരു 70-72 മാർജിനിലേക്കൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ മുന്നണി മാറ്റ നീക്കങ്ങൾ ഒരുപക്ഷെ കേരളം സാക്ഷ്യം വഹിച്ചേക്കും. അങ്ങനെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക്, രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് ഏറെ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് വരാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചന. BJPയെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ മധ്യ കേരളത്തിൽ തിരുവല്ലയും തൊട്ടിപ്പുറത്ത് പാലയും പൂഞ്ഞാറും എല്ലാം നിൽക്കുന്നു. ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ 2ാം സ്ഥാനത്തെങ്കിലും BJP എത്താനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ മുന്നണികൾ കാത്തിരിക്കുകയാണ്. വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ത്രികോണ പോരാട്ടം നടന്ന ഒരുപാട് മണ്ഡലങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെ ഒക്കെ ചില സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ പ്രസക്തമായ ചില മണ്ഡലങ്ങളുണ്ട്. വൈക്കവും ഒപ്പം തന്നെ തൊട്ടിപ്പുറത്ത് കാഞ്ഞിരപ്പള്ളിയൊക്കെ ജോർജ് കുര്യൻ്റെ സാന്നിധ്യം. അങ്ങനെ പല മണ്ഡലങ്ങളും ത്രികോണ പോരാട്ടത്തിലേക്ക് എത്തുന്ന നിലയിലേക്കെങ്കിലും ചില സാഹചര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും നാളെ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്താണ് കേരളത്തിൻ്റെ ഫലസൂചനകൾ എന്നറിയാം. തീർച്ചയായും അതാണ് കോട്ടയത്തെ ഒരു സാഹചര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കേരളം കാത്തിരിക്കുന്ന 10-25 ദിവസമായി കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് മണിക്കൂറുകൾ മാത്രമാണ് വരാറുള്ളത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് പങ്കുവെക്കും. ശരണ്യ, ആലപ്പുഴയിൽ LDF, UDF ഒക്കെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ വലിയ മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. LDF-ന് അവരുടെ പല ഉറച്ച കോട്ടകൾ എന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടേക്കാം. കുട്ടനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ UDF തിരിച്ചു വരുമെന്ന് പറയുന്നു. അമ്പലപ്പുഴയിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. ഒപ്പം കായംകുളത്ത് നടക്കുന്ന മത്സരം പ്രവചനാതീതമാണ്. അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ആലപ്പുഴയും ശരിക്കും കേരള ഭരണത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു ജില്ല തന്നെയാണ്. രാവിലെ 6 മണി മുതൽ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ തയ്യാറാകും. ഏതാണ്ട് അതിനുശേഷം മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. 7 മണിയോടെ സ്ട്രോങ് റൂം തുറക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് 7 മണിയോടെ കടക്കും. അതിനുശേഷം ആണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ശരണ്യ, ചോദ്യം കേട്ടെങ്കിൽ തുടരാം.
രഞ്ജിത്ത്, തീർച്ചയായും ആലപ്പുഴ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്ന എല്ലാ തവണയും, അതായത് ഒരു മൃഗീയ ഭൂരിപക്ഷം നൽകുന്ന സർക്കാരിലേക്ക് നൽകുന്ന ഒരു ജില്ലയാണ്. അവിടെയാണ് ഇത്തവണ മറ്റൊരു തലത്തിലേക്കുള്ള ഒരു മത്സരം കൊണ്ടെത്തിക്കാൻ കഴിയുന്നത്. അതായത് കുറേ നാളുകൾക്ക് ശേഷം UDF ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന, മത്സരങ്ങൾ നടന്ന ഇടമാണ്. പ്രത്യേകിച്ച് കുറേ നാളുകളായി ഇടതുപക്ഷം നിലനിർത്തി പോന്നിരുന്ന കുട്ടനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് UDFന് വലിയ ആധിപത്യം കൊണ്ടുവരാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നല്ല രാഷ്ട്രീയ മത്സരം നടക്കുന്ന ജില്ലയാണ്. കാരണം ആലപ്പുഴ ജില്ലയിൽ എപ്പോഴും ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചുരുക്കം ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ ഹരിപ്പാട് ഇത്തവണ പ്രത്യേകത ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്നുള്ളതാണ്. BJPക്ക് അവിടെ ഒരു നല്ല മത്സരം കൊണ്ടുവരാനായി, ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞ ഒരു ഇടമാണ് ഹരിപ്പാട്. പക്ഷേ ഹരിപ്പാട് UDFന് രമേശ് ചെന്നിത്തലയുടേതായ ഒരു മുൻതൂക്കമുണ്ട്. അങ്ങനെ UDFന് കുറെ കൂടെ തുടക്കത്തിൽ തന്നെ ഒരു ആധിപത്യം അവിടെ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെയുള്ള ചുരുക്കം ജില്ല, ഇപ്പോൾ ഹരിപ്പാട് എടുക്കാം, അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം, സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. കാരണം G. സുധാകരൻ തന്നെയാണ് CPMന്റെ നെടുന്തൂണായി നിന്ന ഒരു രാഷ്ട്രീയ നേതാവ്. 63 വർഷക്കാലത്തിന് ശേഷം മറ്റൊരു തട്ടകത്തിലേക്ക് വരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു, UDF പിന്തുണ വരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ അത് ജില്ലയിലെ മൊത്തത്തിലൊരു തെരഞ്ഞെടുപ്പിൽ അതിൻ്റെയൊക്കെ അലയൊലികൾ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകമാണ് ആലപ്പുഴയിലെ റിസൾട്ട്. നമുക്ക് ഈ വരുന്ന മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടെ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രമല്ല CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണവശാലും ഭരണം കിട്ടിയാൽ പോലും അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ അതൊരു വൻ വീഴ്ചയാകും എന്ന്, വൻ തിരിച്ചടിയാകുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ക്യാമ്പ് ചെയ്ത പ്രവർത്തകരോട് പറഞ്ഞ ഒരു ജില്ല കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ശ്രീ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ അസസ്മെന്റിനൊന്നും വലിയ കാര്യമില്ല. കാരണം ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നാളെ രാവിലെയോടുകൂടി തന്നെ രാവിലെ 9 മണിയോടുകൂടി തന്നെ ഏകദേശം ഒരു ചിത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇടതുപക്ഷം ഇത്രയും നാൾ നേടിയൊരു ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അരൂർ അടക്കമുള്ള മേഖലകൾ ഇപ്പോൾ നമ്മൾ വടക്കുന്ന് നോക്കിയാൽ അരൂര്, തെക്കുന്ന് വന്നാൽ കായംകുളത്ത് വന്ന് നിൽക്കുന്നു. അവിടെ ഒക്കെ തന്നെയും കടുത്ത മത്സരം, പ്രവചനാതീതമായ മത്സരം, രഞ്ജിത്ത് സൂചിപ്പിച്ച വാക്ക് തന്നെയാണ് കറക്റ്റ്. പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് വരുന്നു. ചെറിയൊരു ട്രെൻഡ് ഉണ്ടായാൽ UDF അനുകൂലമായ രീതിയിൽ പലതും മറിയാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. മാവേലിക്കര നമുക്ക് ഉറപ്പിച്ച് പറയാം ഇടതുപക്ഷം നേടുമെന്ന് തന്നെ മാവേലിക്കരയെ പറയാൻ കഴിയും. ചെങ്ങന്നൂരിലേക്ക് പോവുകയാണെങ്കിലും ചേർത്തലയിലേക്ക് പോവുകയാണെങ്കിലും ഇടതുപക്ഷം വളരെയധികം പ്രതീക്ഷയുണ്ട്, അവർക്കൊരു മുൻതൂക്കമുണ്ട്. പക്ഷേ അവിടെയും പല അടിയൊഴുക്കുകളും അട്ടിമറിയും നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങന്നൂരും ചേർത്തലയും ഒക്കെ നേരത്തെ ഉയർത്തിയ ഭൂരിപക്ഷം ഇത്തവണ ഉയർത്തുമോ, അതോ അപ്രതീക്ഷിതമായ പല അട്ടിമറികളും നടക്കുമോ എന്നൊക്കെ കൗതുകത്തോടെ. കാരണം ഇത്തവണ അസസ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം നെക്കോട് നെക്കാണ് ആലപ്പുഴയിൽ പല മണ്ഡലങ്ങളും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നിലവിൽ 3 ഇടങ്ങൾ UDF ഉറപ്പിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്, G. സുധാകരനിലൂടെ നിലനിർത്താനാകും എന്നുള്ളത് UDFന് പ്രതീക്ഷയുണ്ട്. അതിനോടൊപ്പം തന്നെ കുട്ടനാടും ഹരിപ്പാടുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാവേലിക്കരയും ചെങ്ങന്നൂരും പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയും LDFന് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. അവിടെയൊക്കെ ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചെങ്ങന്നൂരും ആലപ്പുഴയിലേക്കും വരികയാണെങ്കിൽ അത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തെയും മറികടക്കാൻ കെൽപ്പുള്ള ആളുകളാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത്. ഇപ്പോൾ PP ചിത്തരഞ്ജൻ ആണെങ്കിലും സജി ചെറിയാനാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തെ മറികടക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ തന്നെയാണ് അവർ രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ഒരു മത്സരം പറയുമ്പോൾ പോലും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആലപ്പുഴയിൽ UDFന് നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു. പക്ഷേ അവർ കുറച്ചുകൂടെ പ്രാദേശികമായി നല്ല സ്വാധീനമുള്ള ആളുകളെ, നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ചിത്രം മനസ്സിലാകില്ല, മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രാദേശികമായി സ്വാധീനമുള്ള ആളുകളെ ചെങ്ങന്നൂരും ചേർത്തലയിലും ഇറക്കാൻ ഇത്തവണ UDFന് കഴിഞ്ഞു എന്നതാണ്. പല ഫാക്ടറികളും ഈഴവ SNDP ഫാക്ടറികൾ പലയിടത്തും UDFനൊപ്പം മാറിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് പറയാം. SDP ഫാക്ടറി വന്നതോടെ മറ്റൊരു ധ്രുവീകരണം അമ്പലപ്പുഴയിൽ അടക്കം ഉണ്ടായൊരു മണ്ഡലം, അത് തിരിച്ചടിയായി മാറുന്ന SDP ബാന്ധവും തിരിച്ചടിയായി മാറുന്ന അല്ലെങ്കിൽ മറ്റൊരു ഏകീകരണത്തിലേക്ക് നയിക്കുന്നത് അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടു. അങ്ങനെ
പല രീതിയിലുള്ള സമവാക്യങ്ങൾ വരുന്നു. എന്തായാലും ജില്ലാ നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് ജി സുധാകരൻ ഉൾപ്പെടെ ഉയർത്തുന്ന വിമർശനങ്ങൾ അത് ജില്ലയിലെ പാർട്ടി നേതാക്കന്മാരെ മുനവെച്ച് ലക്ഷ്യം വെച്ചുള്ളതാണ്. അതും കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. വിവരങ്ങൾ പങ്കുവെക്കാൻ MS അനീഷ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട്ടെ കണക്കുകൂട്ടലുകൾ ഒരുപാടുണ്ട്. കാരണം നേരത്തെ പറയുന്ന പോലെ LDFന് ഏറെ സ്വാധീനമുള്ള ജില്ലയാണ്. അവിടെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. നിരവധി സീറ്റുകളിൽ UDF എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷ കേന്ദ്രീകരണം UDFന് അനുകൂലമായി ഉണ്ടായി എന്നുള്ള ഭയമാണ് LDFന് മലബാർ മേഖലയിൽ ഒട്ടാകെ ഉള്ളത്. സംശയമില്ല. അതിൻ്റെ പ്രതിഫലനം വിവിധ മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം, അല്ലേ? തീർച്ചയായിട്ടും അതുതന്നെയാണ് LDF ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ ആശങ്ക. 140 സീറ്റുകളിൽ 13 സീറ്റുകൾ നിയമസഭയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് ഏറ്റവും അധികം ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ജില്ലകളിലൊന്ന്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ വിജയം LDFന് തുടർ ഭരണത്തിന് അനിവാര്യമാണ്. എന്നാൽ UDFനാവട്ടെ ഭരണത്തിലേക്ക് കയറണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ജില്ലയായി കോഴിക്കോട് മാറുകയാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ നിന്നും MLA മാർ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നും മാറി കോൺഗ്രസിന് ഒന്നിലധികം MLA മാരെ ഇത്തവണ സംഭാവന ചെയ്യണം എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ചില സീറ്റുകൾ പിടിച്ചെടുക്കും എന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ തന്നെ UDF ക്യാമ്പിനുണ്ട്. അതിൽ നാദാപുരം പോലെ 10-50 വർഷങ്ങളായി അല്ലെങ്കിൽ 40 വർഷങ്ങളായി ഇടതുപക്ഷം തന്നെ ജയിക്കുന്ന സീറ്റിൽ ഇത്തവണ അട്ടിമറി വിജയം നേടാം. അഭിജിത്തിലൂടെ ആ സീറ്റ് പിടിച്ചെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷത്തിനും വലിയ ആത്മവിശ്വാസം നാദാപുരം പോലുള്ള ഇടങ്ങളിൽ ഇല്ല. ഒപ്പം സംസ്ഥാനം കണ്ട ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന സ്ഥലങ്ങളിലൊന്നാണ് പേരാമ്പ്ര. അവിടെ LDF കൺവീനർ TP രാമകൃഷ്ണനെ നേരിട്ടത് ഫാത്തിമ തഹ്ലിയ എന്ന യുവ സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗിൻ്റെ. അവിടെ വർഗീയ ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞ് വോട്ട് തേടുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി തന്നെ ഈ ന്യൂനപക്ഷ മേഖലകളിൽ ഇത് മാറുന്ന ഒരു സാഹചര്യം. കോഴിക്കോട് നോർത്തിലും സൗത്തിലും പതിവിന് വിപരീതമായി ഒരു ത്രികോണ മത്സരം നടന്ന വർഷമാണ് ഇത്തവണ. BJP അവരുടെ സ്വാധീനം നഗര കേന്ദ്രങ്ങളിൽ മെല്ലെ ഉയർത്തി വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് രണ്ട് സ്ഥാനാർത്ഥികളും കാര്യമായി വോട്ട് പിടിക്കുമെന്നും പറയുമ്പോൾ ആരുടെ വോട്ടുകളെയാണ് ഈ BJP പിടിക്കുന്ന അധികം വോട്ടുകൾ സ്വാധീനിക്കുക എന്നതാണ് ഇപ്പോഴും മുന്നണികളെ ആശങ്കകളാക്കുന്നത്. കൊടുവള്ളി, കുന്നമംഗലം പോലെയുള്ള ഇടങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നു. കൊടുവള്ളിയിൽ PK ഫിറോസ് അനായാസം ജയിച്ചു കയറും എന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഒപ്പം തിരുവമ്പാടിയാണ് മറ്റൊരു ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം. അവിടെ ജനകീയനായ വികസന പരിപാടികൾ ഏറെ നടത്തിയ ലിൻഡോ ജോസഫാണ് LDFന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഇത്തവണ വിജയം നേടി തരും എന്ന ഒരു പ്രതീക്ഷ അവിടെ ലീഗിനുണ്ട്. അത്തരത്തിൽ പല മണ്ഡലങ്ങളിലും താരതമ്യേന കടുത്ത മത്സരം തന്നെ നടക്കുന്നു. KK രമയെ പോലുള്ള സ്ഥാനാർത്ഥികൾ പോലും വലിയ വെല്ലുവിളി നേരിടുന്നു എന്താണ് പറയുന്നത്. എന്തായാലും ഘടകകക്ഷികൾ ഒഴിവാക്കി നോക്കിയാൽ കോൺഗ്രസിന് കാര്യമായി MLA മാരെ കൊടുക്കാൻ കഴിയാത്ത മണ്ണാണ്. അതുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ആ വലിയ വിജയം ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. രഞ്ജിത്ത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. KV ബൈജു കൂടിയുണ്ട് കാസർഗോഡ് നിന്ന്. ക്ഷേമണം, ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. ബൈജുവിലേക്ക് വരാം. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, കൊച്ചിയിൽ എറണാകുളത്ത് UDFന് മേധാവിത്വമുണ്ട്. അവിടെ എല്ലാ മണ്ഡലങ്ങളിലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഒപ്പം തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ എവിടെ വരെയായി? UDF ഇത്തവണ, അതായത് കഴിഞ്ഞ ടൈമിൽ 9 സീറ്റുകളായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. അത് ഇത്തവണ 14 മണ്ഡലങ്ങളിലും UDF തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ടും കൊച്ചി, വൈപ്പിൻ തുടങ്ങിയ മണ്ഡലങ്ങളാണ് തിരിച്ചുപിടിക്കും എന്ന്, കളമശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളാണ് തിരിച്ചുപിടിക്കുമെന്ന് UDF പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ചിട്ട് അതുപോലെ നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം കൂടി, കൃത്യമായി ഇടത് ഒഴുക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇടത് ചായ്വുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ പോലും UDFനെ കൈവിടാത്ത ജില്ലയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ UDF കൂടുതൽ പ്രതീക്ഷ ആണ് അർപ്പിക്കുന്നത്. പ്രത്യേകിച്ചും കൂടുതൽ ടൈറ്റായ മത്സരങ്ങളാണ് കൊച്ചിയിൽ വന്നിട്ട്. കൊച്ചിയിൽ വലിയ പ്രതീക്ഷയാണ്
പ്രതീക്ഷയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി KJ മാക്സിക്കെതിരെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സര രംഗത്തിറക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള DCC പ്രസിഡന്റ് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിലിരിക്കുന്ന സംഘടനാ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളെ അവിടേക്ക് മത്സരരംഗത്തിറക്കിയത് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് തന്നെയാണ് അന്നു മുതൽ കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വലിയ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ കളമശ്ശേരിയിലും വൈപ്പിനിലും ആ മണ്ഡലങ്ങൾ കൂടി തങ്ങൾ തിരിച്ചുപിടിക്കുമെന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം കൊച്ചിയിൽ ഷിയാസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലത്തീൻ സഭയ്ക്ക് തനിക്കെതിരാണ് ലത്തീൻ സഭ എന്നുള്ളത് CPM പറഞ്ഞു പരത്തുന്നതാണ്. ലത്തീൻ സഭയുടെ നിലപാടുകളോട് ബഹുമാനമുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ ഒരു റിഫ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് CPM-ന്റെയും അതുപോലെ BJP-യുടെയും ലക്ഷ്യമെന്നാണ് അത് മുനമ്പത്ത് മുതൽ കണ്ടതാണ്. ആ സമയത്ത് മുതൽ ലത്തീൻ സഭ കാര്യത്തിലെടുത്തുള്ള നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും കൊച്ചിയിൽ നിലനിൽക്കുന്നില്ല എന്ന് അല്പം മുമ്പ് DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അല്പം മുമ്പ് അതുപോലെ തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ, നമുക്കറിയാം തൃപ്പൂണിത്തുറ കഴിഞ്ഞ 6 ടീമും അതായത് മത്സരിച്ച 7 ടീമുകളിൽ 6 ടീമും K ബാബുവിന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലം, കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന മണ്ഡലം, മുൻപതിന് LDF-നൊപ്പം നിന്ന ചരിത്രമുണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊരിക്കൽ 2016 തെരഞ്ഞെടുപ്പിൽ സ്വരാജ് ആ മണ്ഡലം പിടിച്ചെങ്കിലും മണ്ഡലം തിരിച്ച് സ്വരാജിന്റെ കയ്യിൽ നിന്ന് തിരിച്ചുപിടിക്കുന്ന സാഹചര്യം തൃപ്പൂണിത്തുറയ്ക്കുണ്ട്. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് തൃപ്പൂണിത്തുറയിലെ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു തരംഗമനുസരിച്ചിട്ട് തൃപ്പൂണിത്തുറ തങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണനും അതുപോലെ ഇടതുപക്ഷവും LDF-ഉം അത്തരത്തിലുള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് നിലവിലുള്ള കയ്യിലുള്ള സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തും. 5 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തും. 6ാമതൊന്നും കൂടി തൃപ്പൂണിത്തുറയാണ് ലക്ഷ്യമിടുന്നത്. അതിന് മേലെയും ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അതേസമയം കുന്നത്തുനാട്ടെ സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലായി വരുന്നത്. രഞ്ജിത്ത്, ശരി, ആജ്ഞ വിവരങ്ങൾ പങ്കുവച്ചു. KV ബൈജു കാസർഗോഡും ചേരും. ബൈജു, കാസർഗോഡ് തിരുവനന്തപുരം പോലെ BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരുപിടി മണ്ഡലങ്ങൾ, 1-2 മണ്ഡലങ്ങൾ അവിടെ ഉണ്ട്. ത്രികോണ പോരാട്ടം നടന്നിരുന്നു. കാര്യമായ വേരുകൾ 3 പാർട്ടികൾക്കുമുള്ള മണ്ഡലങ്ങളാണ്. ഉദുമ പോലെയുള്ള സ്ഥലങ്ങളിൽ LDF-ന്റെ ആഴം നമുക്ക് വ്യക്തമാണ്. UDF, BJP അങ്ങനെ 3 ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഘർഷ സാധ്യതയുള്ള അത്തരം സ്ഥലങ്ങളോ മറ്റോ വല്ലതും ഉണ്ടോ അവിടെ? കേന്ദ്രസേനയുടെ അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ക്രമീകരണങ്ങൾ ഏതാണ്ട് പൂർത്തിയായോ കാസർഗോഡ്, ബൈജു? രഞ്ജിത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ അത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ശ്രദ്ധ നേടുന്നത്. അതായത് മഞ്ചേശ്വരവും കാസർഗോഡും. BJP 2ാം സ്ഥാനത്താണ്. കാലങ്ങളായി BJP താമര വിരിയിക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ച് പക്ഷേ ഇതുവരെ 89 വോട്ടുകൾക്കും 745 വോട്ടുകൾക്കും ഒക്കെ പരാജയപ്പെട്ട സാഹചര്യം. ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെച്ച് K സുരേന്ദ്രനും അതുപോലെ തന്നെ BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനിയും ഇത്തവണ വിജയിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലം അത് വളരെ പ്രധാനമാണ്. മലബാറിൽ 2 സീറ്റാണ് പല സർവേകളും പ്രവചിച്ചത്. അതിൽ ഒന്ന് കാസർഗോഡാണ്. അതിപ്പോൾ മഞ്ചേശ്വരമായിരിക്കുമോ കാസർഗോഡായിരിക്കുമോ എന്നത് ഏറെ കൗതുകമുണ്ട്. അതല്ല BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അതും കൗതുകം തന്നെയാണ്. എന്തായാലും LDF-ന് നിലവിൽ 3 സീറ്റുകളാണ്. ഉദുമയിലും തൃക്കരിപ്പൂരിലും കാഞ്ഞങ്ങാടും. ഇതിൽ കാഞ്ഞങ്ങാട് LDF-ന്റെ സുരക്ഷിത മണ്ഡലം എന്ന് പറയാം. പൊതുവെ രാഷ്ട്രീയ നിരീക്ഷണം അങ്ങനെയാണ് വരുന്നത്. പക്ഷേ തൃക്കരിപ്പൂറും ഉദുമയിലും ഇത്തവണ വാശിയേറിയ മത്സരം നടക്കുന്നു എന്ന് പറയേണ്ടി വരും. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരുടെ വരവോടുകൂടിയാണ്. തൃക്കരിപ്പൂർ ഇടതിന്റെ കോട്ടയാണ്. ഇതുവരെ ഇടത് മാത്രം ജയിച്ച ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാവുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അത് തൃക്കരിപ്പൂറും അത്തരത്തിൽ ഉദുമയും ഈ 2 മണ്ഡലങ്ങളിൽ മറ്റ് വാശിയേറിയ മത്സരം നടക്കുന്നുണ്ട്. ഏതായാലും കാസർഗോഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡിന്റെ ഏറ്റവും പ്രധാനം ഇത്തവണ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയത് LDF കരുത്തനായ സ്ഥാനാർത്ഥി രംഗത്തിറക്കിയതോടുകൂടിയാണ്. ഷാനാസ് പാദൂർ എന്ന് പറയുന്ന LDF സ്വതന്ത്രനെ രംഗത്തിറങ്ങിയതോടുകൂടി ശക്തമായ മത്സരത്തിലാണ് കാസർഗോഡ് കളമൊരുങ്ങിയിരിക്കുന്നത്. എത്രത്തോളം വോട്ടുകൾ LDF പിടിക്കുന്നോ കൂടുതൽ പിടിക്കുന്നോ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ്. BJPക്ക് അത് പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും വിദേശത്തു നിന്നുള്ള നിരവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. നമുക്ക് കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഓർമ്മയുണ്ടാവും. അത്തരത്തിൽ വലിയ തോതിൽ വിദേശികൾ
വിദേശികൾ വിദേശത്തുള്ളവർ വോട്ട് ചെയ്യാനെത്തുന്നു. ഇത്തവണ 5000-ന് മുകളിൽ വോട്ടുകളാണ് ഇത്തരത്തിൽ പോളിയാതെപ്പെടാതെ പോയത്. അതുകൊണ്ട് തന്നെ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏതായാലും മഞ്ചേശ്വരം ശക്തമായ മത്സരമാണ് നടന്നത്. അതിൽ KM അഷ്റഫും K സുരേന്ദ്രനും നേർക്കുനേർ മത്സരം നടക്കുമ്പോൾ KR ജയാനന്ദ ഇത്തവണ ഇടത് സ്ഥാനാർത്ഥി കൂടി ശക്തമായ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടുകൾ എങ്ങോട്ട് അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ, അട്ടിമറി ഉണ്ടാകുമോ എന്നൊക്കെ അത് നാളെ മാത്രമേ വോട്ടെണ്ണൽ കഴിയുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കൂ. എന്തായാലും BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2 മണ്ഡലങ്ങളുള്ള കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ LDF ആ 3 മണ്ഡലം നിലനിർത്തുമോ, UDF-ന് കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമോ, അത് ഉദുമ ആണ് ഏറ്റവും പ്രതീക്ഷയെ പറയുന്നത്. ഏതായാലും ഈ വോട്ടെണ്ണലിലുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജിലാണ് മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ഉദുമയിലെയും പ്രധാനപ്പെട്ട 3 മത്സരം നടക്കുന്ന ഈ സ്ഥലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത് ഗവൺമെന്റ് കോളേജിലാണ്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ തൃക്കരിപ്പൂറും ഈ 2 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുന്നത്. ഏതായാലും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിർത്തി ജില്ലയായതുകൊണ്ട് തന്നെ ശക്തമായ പോലീസ് വിന്യാസവുമുണ്ട്. അതിർത്തി പ്രദേശത്ത് പ്രത്യേക പരിശോധന ഉണ്ടാവും. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. തുടർഭരണം ഉറപ്പ് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകണമെന്നില്ലെന്ന് കഴിഞ്ഞ തവണ വ്യക്തമായതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ടീം UDF-ന്റെ യഥാർത്ഥ രൂപം പുറത്തു വന്നുവെന്നും ഇങ്ങനെ തമ്മിലടിക്കുന്നവർക്ക് കേരളത്തെ എങ്ങനെയാണ് നയിക്കാൻ ആവുക, മന്ത്രിമാരാണോ തോൽക്കുക അതോ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളാണോ എന്ന് കാണാമെന്നും ബേബി പറഞ്ഞു. 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു വോട്ടർക്ക് LDF-ന് അനുകൂലമായിട്ടല്ലാതെ വോട്ട് ചെയ്യാൻ പറ്റുമോ? മന്ത്രിമാരുടെ ഒക്കെ പരാജയപ്പെടും എന്ന് ചില പ്രചരണമുണ്ട്. UDF-ന്റെ പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ ചിലപ്പം അസംബ്ലി കാണില്ല എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഇതിലേതാ ശരിയെന്നുള്ളത് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ ടീം UDF എന്ന മട്ടിൽ ഇതുപോലെ ഐക്യത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആവർത്തിച്ച് ഈ ജില്ലക്കാരനായിട്ടുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവടക്കം സംസാരിച്ചുകൊണ്ടിരുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് UDF-ലെയും കോൺഗ്രസിലെയും അവസ്ഥ? അതുപോലെ തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ് ആരാണ് നേതാവായി തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഘടക പാർട്ടികൾ UDF-ൽ സംസാരിക്കുന്നതും അതുണ്ടാക്കുന്ന തർക്കങ്ങളുമെല്ലാം തമ്മിത്താൻ അധികാരസ്ഥാനത്തിനും കസേരയ്ക്കും വേണ്ടി അടിപിടി കൂടുന്ന ഒരു കൂട്ടമാണ്. ഇവരുടെ എങ്ങാണ്ടും കയ്യിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണതത്വം ചേർന്നാൽ എന്താവും ആ സംസ്ഥാനത്തിന്റെ ഗതി അഥവാ ഗതികേട് എന്നുള്ളത് ഇപ്പൊ തന്നെ ആളുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനമായിരിക്കും നാളെയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. UDF-ന് 111 സീറ്റുകൾ കിട്ടും. എല്ലാ സർവേകളും UDF അധികാരത്തിൽ വരുമെന്നാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പതനം. പക്ഷെ കേരളത്തിലെ UDF 111 സീറ്റുകളുമായി അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അധികാരത്തിലേക്ക് മടങ്ങി വന്ന് ശ്രീ കരുണാകരൻ അച്യുതമേനോനെ മാറ്റിയിട്ട് മുഖ്യമന്ത്രിയായി. ആ 111 സീറ്റിന്റെ രാഷ്ട്രീയ സാഹചര്യവും കാലാവസ്ഥയും ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു. 1977 UDF ആവർത്തിക്കാൻ പോവുകയാണ് കേരളത്തിൽ. എല്ലാ സർവേകളും നിസ്സംശയം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉറപ്പായി കഴിഞ്ഞു എന്ന് സകല സർവേകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. LDF സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ആത്മവിശ്വാസം. ബേപ്പൂരിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. PV അൻവറിന്റെ വെല്ലുവിളിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലെന്നും റിയാസ് ന്യൂസ് 18നോട് വ്യക്തമാക്കി. LDF-ന് അനുകൂലമാണ് സാഹചര്യം. പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് LDF-ന് അനുകൂലമാണ് സാഹചര്യം. പൊതുവെ ഭരണവിരുദ്ധ വികാരമൊന്നും നമ്മൾ എവിടെയും കണ്ടില്ല. എക്സിറ്റ് പോളിലും അത് പറയുന്നില്ല. വികസനവും ജനക്ഷേമ പ്രവർത്തനവും ഒക്കെ പൊതുവെ ജനങ്ങൾ അംഗീകരിക്കുന്നു. പിന്നെ നാട് ഒരു സമാധാന അന്തരീക്ഷത്തിലാണ്. വർഗീയ കലാപമില്ല, വളരെ നല്ല നിലയിലാണുള്ളത്. അപ്പോൾ പൊതുവെ LDF-ന് അനുകൂലവും. രാഷ്ട്രീയം പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, ജനങ്ങൾ അതിനെ കാണുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അത്തരം വെല്ലുവിളികളൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അദ്ദേഹം പറഞ്ഞത് താങ്കൾ വെല്ലുവിളി ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടതില്ലല്ലോ. അത് ജനങ്ങൾ അതിൽ എടുക്കുന്ന നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങൾ അത് ഏറ്റെടുക്കട്ടെ, ജനങ്ങൾ അത് വിലയിരുത്തും. 3ാമത് വട്ടവും LDF ഗവൺമെന്റ്. എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളുകളാണെന്ന് പറയാൻ പറ്റില്ല എന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി സുധീർ കരമന. വിജയപ്രതീക്ഷയുണ്ട്. ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണാതെ പോകില്ല. UDF-ലെ അരക്ഷിതാവസ്ഥ തിരുത്തണമെന്നും സുധീർ പറഞ്ഞു. ഈ എക്സിറ്റ് പോൾ പലതും പ്രവചിക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിട്ടുണ്ട്, ചില സമയങ്ങളിൽ നടന്നിട്ടില്ല, ശരിയായിട്ടില്ല. എന്തായാലും ശരിയാണ്. നമ്മൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്.
എക്സാക്ട് പോൾ ആണെന്ന് നമുക്കിപ്പോഴും അതിനെ പലതും പറയാൻ പറ്റുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരണത്തിൽ തുടരും എന്നുള്ള നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. കാരണം ചെയ്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനങ്ങളുമെല്ലാം ജനങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തും. പിന്നെ സ്വാഭാവികമായി നമുക്കറിയാവുന്നൊരു കാര്യമാണ്, എപ്പോഴും കേരളത്തിൽ അറിയാൻ പറ്റുന്നതാണ്, എപ്പോഴും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. ആ ചേഞ്ച് ആഗ്രഹിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കഴിഞ്ഞ തവണ ജനങ്ങൾ വോട്ട് ചെയ്തു. അതുകൊണ്ട് എപ്പോഴും ചേഞ്ചിന് വേണ്ടി ജനങ്ങൾ നിൽക്കും എന്നുള്ള പ്രതീക്ഷ അതോടെ നമ്മൾ കളഞ്ഞു. അതുകൊണ്ട് തുടർഭരണം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. PV ശ്രീനിധന്റെ വിജയത്തിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ലെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്നത്തുനാട്. നിലവിലുള്ള 5 മണ്ഡലങ്ങളും LDF നിലനിർത്തുമെന്നും സതീഷ് പറഞ്ഞു. പിന്നെ ഈ ഇവരുടെ PV ശ്രീനിധന്റെ കാര്യത്തിൽ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടോ? PV ശ്രീനിധന്റെ കാര്യത്തിലെ വോട്ടുകളെല്ലാം പോയിട്ടുണ്ടെന്ന് പിന്നെ പാർട്ടി അങ്ങോട്ട് കണക്ക് നടത്തുകയും പുള്ളി പാർട്ടി വിജയിക്കുന്ന കണക്കാണ്. എന്തോ പാർട്ടി വിജയിക്കുമെന്നാണ് ഇവരെ 1000 വോട്ടിന് കുറവുണ്ടാവുന്ന അസസ്മെന്റ് അങ്ങനെ ഒരു അസസ്മെന്റേ ഇല്ല. ഞങ്ങളുടെ 5 മണ്ഡലങ്ങളിൽ നിലവിലുള്ള ഞങ്ങൾ ജയിക്കുന്ന തന്നെയാണ് വേണ്ടത്. ഓക്കെ. പിന്നെ പുള്ളി പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം എന്താണെന്നല്ലോ എനിക്കറിയില്ല കേട്ടോ. പുള്ളി എന്താ പോസ്റ്റ് ഇതാണ്? 554 വോട്ടിന് ജയിക്കും. പാർട്ടിക്ക് അറിയില്ല തനിക്ക് കിട്ടാനുള്ള വോട്ടിന്റെ എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ചോദിച്ച എല്ലാ ഇതിലും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ കാര്യം. നാളെ വരെ ആർക്കും എന്ത് അവകാശവാദവും ഉന്നയിക്കാമെന്ന് കോൺഗ്രസ് നേതാവ് K. ബാബു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് PV ശ്രീനിധന്റെ അവകാശവാദത്തിലാണ് പ്രതികരണം. 4-ാം തീയതിക്ക് ശേഷം എല്ലാം ഒതുങ്ങും. കോൺഗ്രസ് അധികാരത്തിൽ കയറുമെന്ന് ഇപ്പോൾ CPM പോലും മനസ്സിലായി എന്നും K. ബാബു പറഞ്ഞു. 4-ാം തീയതി ഉച്ച വരെ അവർക്കെല്ലാം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇത് പറയാൻ ഉള്ള അവകാശമുണ്ട്. അവർ പറഞ്ഞ് അത്രയും സന്തോഷിക്കുന്നത് അത്രയെങ്കിലും ഒരു സന്തോഷം എല്ലാവർക്കും നൽകട്ടെ. എക്സിറ്റ് പോള് വന്നതിനെ കുറിച്ച് ഇനിയിപ്പോൾ ഒരു സംശയവും വേണ്ട. കാരണം പ്രതിപക്ഷത്തുള്ള ഇപ്പോൾ ഭരണകക്ഷിക്കാർ തന്നെ ആരാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്കും യാതൊരു സംശയമില്ല. നിങ്ങൾ മാധ്യമങ്ങൾക്കും സംശയമില്ല. മുഖ്യമന്ത്രി ആരാന്നുള്ള ചോദിക്കണതിൻ്റെ അർത്ഥം ഭരണം UDF-നായിരിക്കും എന്നുള്ളൂ. ഈ തൃപ്പൂണിത്തുറ ഉൾപ്പെടെ UDF വിജയിക്കും. UDF-ന് വലിയ ഭൂരിപക്ഷം ഉണ്ടാവും, അധികാരത്തിൽ വരും. ഈ എക്സിറ്റ് പോള് ഒരിക്കലും തെറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോള് LDF രണ്ടാമതും വരുമെന്ന് പറഞ്ഞു. അത് ശരിയാണെങ്കിൽ ഇപ്പം ഇതും ശരിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ശരി, ഈ പ്രാവശ്യത്തെ തെറ്റുപോകില്ലല്ലോ. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയിട്ടുണ്ടെന്നും LDF ചെറിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. UDF ജയിക്കില്ല, BJP അക്കൗണ്ട് തുറക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. LDF ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. UDF ഇവിടെ ഭരണത്തിൽ വന്നാൽ പിറ്റേ ദിവസം ഇടിപിടിയല്ലേ വരാൻ പോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. UDF ഇവിടെ ഭരണത്തിൽ വരാൻ പോകില്ല, വന്നാൽ തന്നെയുള്ള സ്ഥിതി എന്താണ്? അപ്പോൾ BJP അത്ര ചെറുതായി എന്തിനാണ് കാണുന്നത്? ഇന്ത്യയിൽ നിന്ന് മഹാഭൂരിപക്ഷ സ്റ്റേറ്റുകളും BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ BJPയുടെ ഭരണം ഇവിടെ മോശമാണെന്നൊന്നും പറയാനൊക്കത്തില്ല ആൾ ഇന്ത്യ ബേസിസിൽ. അപ്പോൾ അവർക്കിവിടെ കുറേ സീറ്റ് കിട്ടിയാലോ അവർക്ക് അക്കൗണ്ട് തുടങ്ങിയാലോ അത് ഇവിടെ ഈ രാജ്യത്ത് വലിയ സുനാമി സംഭവിക്കുന്നൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പരുമലപ്പള്ളിയിൽ പ്രത്യേക കുർബാന. ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യൂത്ത് കോൺഗ്രസ് പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് പ്രത്യേക കുർബാന അർപ്പിച്ചത്. വൈപ്പിൻ മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി ടോണി ചമ്മണി. എറണാകുളം ജില്ലയിൽ മുഴുവൻ സീറ്റുകളിലും UDF വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കുറി എറണാകുളം ജില്ലയിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വൈപ്പിൻ. വൈപ്പിനിൽ ഇക്കുറി ഒരു പുതിയ ചേരുവയാണ് UDF കോൺഗ്രസ് പരീക്ഷിച്ചത്. ഇതാദ്യമായിട്ട് ലത്തീൻ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്കുള്ള പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നു. ടോണി ചമ്മണി, കൊച്ചിയുടെ മുൻ മേയർ, പരീക്ഷണ വസ്തുവായിട്ട് വൈപ്പിനിലേക്ക് എത്തുകയും ചെയ്തു. എന്താണ് വൈപ്പിലെത്താണ് ഒരു പ്രതീക്ഷ? ഞാൻ ആരംഭത്തിലേ പറയാം, ഞാൻ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് വൈപ്പിലേക്ക് കടന്നു വന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി KSU പ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയമാണ് സംസാരിച്ചിട്ടുള്ളത്. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും വൈപ്പിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരു കാര്യം നിശ്ചയമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും LDF വിജയിച്ച സ്ഥലമാണ്. പക്ഷെ ഇപ്രാവശ്യം UDF തിരിച്ചു പിടിക്കും. എന്താണ് ആത്മവിശ്വാസം? ആത്മവിശ്വാസം ഒന്ന്,
കേരളം മുഴുവനുള്ള ഒരു പൊതു ട്രെൻഡാണ്. UDF അനുകൂലമായും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ട്രെൻഡുണ്ട്, അത് നിശ്ചയമാണ്. മറ്റൊന്ന് വൈപ്പിൻ സ്പെസിഫിക്കാണ്. അതാണ് ഞാൻ പറയും, 20 വർഷമായി, കഴിഞ്ഞ 4 ടേമുകളിലായി ഇടത് MLA-മാരാണ്. ഈ പ്രദേശത്തെ ഏറ്റവും കാതലായ ഒരു പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്, യാത്രാക്ലേശമാണ്. ഇവയ്ക്കൊന്നും ശാശ്വതമായൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ കടന്നു ചെന്നപ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി കടന്നു ചെന്നപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ, മിക്ക പഞ്ചായത്തുകളിൽ കുടിവെള്ളം ഒരു വലിയ പ്രശ്നമായിട്ട് ആളുകൾ ഉന്നയിച്ചു. അപ്പോൾ അത് പരിഹരിക്കാത്തതിൻ്റെ ഒരു രോഷം ഇതിനു മുമ്പ് വിജയിച്ചു പോയ MLA-മാർക്കെതിരെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്നുണ്ട്. സ്റ്റേറ്റ് പൊളിറ്റിക്സും ലോക്കൽ ഇഷ്യൂസും കൂടി വെച്ച് നോക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് UDF-നെ കുറിച്ച് വിജയിക്കാൻ സാധിക്കും. ധീവര ഈഴവ സമുദായങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെയാണ് കാണുന്നത്. ഇത്തവണ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ക്ലിക്കാവും എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ പറയാം, ഇവിടെ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയമായ മത്സരമാണ്. ഞാൻ അതാ പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റേതെങ്കിലും ഒരു പരിഗണന വെച്ചുകൊണ്ടല്ല. ആ നിലയിൽ മാത്രമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ളതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെയും കണ്ടിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ 9 എന്നുള്ള സംഖ്യ ഉയരും, തീർച്ചയായിട്ടും വരും. 14-ൽ 14 എഴുതി വെച്ചോ. 14-ൽ 14 UDF എറണാകുളത്ത് വിജയിക്കും. മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്ന് തന്നെയായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. അതെല്ലാം കോൺഗ്രസ് ലീഡർഷിപ്പ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ലീഡർഷിപ്പ് ഉചിതമായി സമയത്തെടുക്കും. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വൈപ്പിൻ UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി. വലിയ ഭൂരിപക്ഷത്തിൽ താനും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മുഴുവൻ സീറ്റുകളും നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. തൃക്കരിപ്പൂരിൽ UDF-ന് ഇത്തവണ അട്ടിമറി വിജയമുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ. CPIM-ന്റെ പരമ്പരാഗത വോട്ടുകൾ ഇക്കുറി UDF-ന് കിട്ടിയിട്ടുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. പാലക്കാട് ഉൾപ്പെടെ മലബാറിൽ BJP-ക്ക് ഒരു സീറ്റ് പോലും നേടാനാകില്ലെന്നും സന്ദീപ് ന്യൂസ് 18-നോട് പറഞ്ഞു. തൃക്കരിപ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം തുടങ്ങിയ ശേഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് തുടരുന്ന ഒരു ഭരണത്തിനെതിരായിട്ടുള്ളൊരു പൊതുവികാരം തൃക്കരിപ്പൂരിലുണ്ട്. അതായത് 60 വർഷക്കാലമായി അവർ തന്നെ ഇടതുപക്ഷം തന്നെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അതിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് 10 വർഷക്കാലത്തെ ഇടതു ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമുണ്ട്. ധാരാളം വികസന പ്രശ്നങ്ങളുണ്ട്. ആ വികസന പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത്തവണ UDF-ന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും UDF-ന് വലിയ വിജയമുണ്ടാകും. പരമ്പരാഗതമായിട്ടുള്ള ഇടത് വോട്ടുകളിൽ, ഇടത് കേന്ദ്രങ്ങളിലൊക്കെ ഇത്തവണ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് CPM-ന് വോട്ട് ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളൊക്കെ നേരിട്ട് ഇത്തവണ UDF-നാണ് വോട്ട് ചെയ്തതെന്ന് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പാലക്കാട് സീറ്റ് UDF വലിയ വിജയം നേടും. പാലക്കാട് ജില്ലയിൽ എന്തായാലും BJP വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ UDF-ന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. മലബാർ മേഖലയിൽ എവിടെയെങ്കിലും BJP-ക്ക് സീറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ UDF-ന് 13-ൽ 13 സീറ്റും നേടി വിജയിക്കുമെന്ന് DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ. കൊയിലാണ്ടിയിൽ താൻ ജയിക്കും. സ്ട്രോങ് റൂം വിഷയത്തിൽ നിയമ നടപടികൾ തുടരുമെന്നും അദ്ദേഹം ന്യൂസ് 18-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കുമാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം മലബാർ മേഖലയിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ഒരു ഇടം കൂടിയാണ്. എക്സിറ്റ് പോളുകളിലൊക്കെ മലബാർ മേഖലയിൽ വലിയ നേട്ടമാണ് UDF-ന് പ്രവചിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിന് 2001 ശേഷം ഒരു MLA ഇല്ലാത്ത മണ്ണുകൂടിയാണ് കോഴിക്കോട്. ആ അവസ്ഥയ്ക്ക് ഇത്തവണ മാറ്റം വരുമോ? എന്താ സംശയം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് MLA അല്ല MLA-മാർ ഉണ്ടാവും. ചരിത്ര വിജയമാണ് UDF-നെ കാത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ഈ ഓഫീസിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നാളെ റിസൾട്ട് വരുമ്പോൾ ജില്ലയിലെ 13 സീറ്റും UDF ജയിച്ചിരിക്കും. P. ശങ്കരൻ വക്കീൽ, അദ്ദേഹമായിരുന്നു കൊയിലാണ്ടിലെ അവസാന കോൺഗ്രസ് MLA അല്ലേ? അടുത്ത കോൺഗ്രസ് MLA താങ്കളാവും കൊയിലാണ്ടിയിൽ. ദൈവം സഹായിച്ച് അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത. UDF കൊയിലാണ്ടിയിൽ ഇത്തവണ നല്ല ഭൂരിപക്ഷം. എന്താണ് പ്രതീക്ഷയുടെ ഒരു ആണിക്കല്ല്? അല്ല, പ്രതീക്ഷയുടെ ആളിക്കത്ത് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ജില്ലയിൽ കോൺഗ്രസ് നടത്തിയ അടുക്കും ചിട്ടോടും കൂടിയുള്ള സംഘടനാ പ്രവർത്തനം, ബൂത്ത് ലെവലിലെ പ്രവർത്തനം, പാർട്ടിയിൽ അക്കൗണ്ടബിലിറ്റി, മുസ്ലിം ലീഗ് പാർട്ടി നടത്തിയ സംഘടനാ പ്രവർത്തനം, ലീഗും കോൺഗ്രസുമായുള്ള ഊഷ്മളമായ ബന്ധം, UDF-ൻ്റെ സെറ്റപ്പ്, സർവോപരി നേതാക്കളുടെ ടീം വർക്കായിരുന്നു കോഴിക്കോട്. MP MK രാഘവനും ഷാഫി പറമ്പിലും ഉൾപ്പെടെ MP-മാർ, മുല്ലപ്പള്ളി പോലെ സീനിയർ നേതാക്കൾ, ഈ ജില്ലയിൽ നിന്നുള്ള KPC ഭാരവാഹികൾ, ടീം കോഴിക്കോട് നടത്തിയ പ്രവർത്തനം, അതിനൊക്കെ ഉപരിയായി ജില്ലയിൽ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരം, ഈ എല്ലാ ഘടകങ്ങളും കൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ കണ്ടതും റിസൾട്ട് വരാൻ പോകുന്നത്.
ഈ ഇടത് തരംഗം ആഞ്ഞു വീശിയ കാലത്ത് പോലും ഒരു ഉലച്ചിലുണ്ടാവാത്ത സ്ഥലമാണ് കോഴിക്കോട്, ഇല്ലേ? 100 സീറ്റ് നേടി കോൺഗ്രസ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന കാലത്തും അന്ന് പോലും ഉലയാത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട്. ഇത്തവണ ഉലയും ഉലഞ്ഞിരിക്കും. ചരിത്രത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത തോൽവിയാണ് നാളെ ഈ ജില്ലയിൽ LDF അനുഭവിക്കാൻ പോകുന്നത്. ഈ സ്ട്രോങ് റൂമിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പരാതി നൽകുന്നു, അത് കേൾക്കണമെന്ന് കോടതി പറയുന്നു. എന്നിട്ടും ഇന്നലെ കളക്ടർ പറയുന്നത് അക്കാര്യത്തിൽ ഒരു ചട്ടവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല, ഒക്കെ കാര്യങ്ങൾ അതുപോലെയും ഈ ഭരണാധികാരികൾക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്നൊക്കെയാണ്. ചട്ടലംഘനം നടന്നില്ലെങ്കിൽ എന്തിനാണ് കൊയിലാണ്ടി ആറവന് കോഴിക്കോട് കലക്ടർ നോട്ടീസ് അയച്ചത്? അതിൻ്റെ കാരണം എന്താ? ചട്ടലംഘനം നടന്നിരിക്കുന്നു, പക്ഷെ ഇപ്പോൾ അവരതില്ലെന്ന് പറയുന്നു. ഞാൻ കൊടുത്ത ഹൈക്കോടതിയിലെ കേസ് അന്തിമ തീർപ്പായിട്ടില്ല. ജൂൺ 3 വീണ്ടും ഹിയറിംഗ് ഉണ്ട്. ആ ചട്ടലംഘനം നടത്തിയതിൽ കളക്ടറോട് ഉൾപ്പെടെ പങ്കുവെച്ച് ഞങ്ങൾ കോടതി ശ്രദ്ധപ്പെടുത്തും. ആ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അല്ല, ആയിക്കോട്ടെ, ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഞങ്ങളെ കേസിലെ പ്രതി. ഇപ്പോൾ കോടതി ലഭിച്ചിരിക്കുന്ന ഇൻ്റർവ്യൂ ഓർഡറാണല്ലോ. ഇൻ്റർവ്യൂ ഓർഡർ എന്നെ കേട്ട് തീരുമാനമെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ തീരുമാനം അന്തിമമല്ല, അന്തിമ തീരുമാനം ഹൈക്കോടതിയിൽ നിന്നാണ്. അതിൻ്റെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കേസ് ജൂൺ 3 ഒരു സംശയവുമില്ല. ഈ ചട്ടലംഘനം നടത്തിയ സുരക്ഷാ റൂമിൻ്റെ അടുത്ത് അനധികൃതമായി പ്രവേശിച്ച ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന വാദവുമായുള്ള നിയമപോരാട്ടം ജില്ലയിലെ കോൺഗ്രസ് തുടരുക തന്നെ ചെയ്യും. ഈ അട്ടിമറി നടന്നതായി കരുതുന്നുണ്ടോ, അതോ അതിനുള്ള ശ്രമം നടന്നതായി? അട്ടിമറി നടന്നു എന്ന് കരുതുന്നില്ല, ഒരിക്കലുമില്ല. പക്ഷേ ശ്രമം നടന്നു. എന്തൊക്കെയോ ചില അട്ടിമറി ശ്രമങ്ങൾ നടന്നു എന്നുള്ള കാര്യത്തെയാണ്. ആ ശ്രമം നടത്തിയത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. കോഴിക്കോട് നിന്ന് എത്ര മന്ത്രിമാരുണ്ടാവും? അതൊക്കെ അതേക്കുറിച്ച് പറഞ്ഞ ആളല്ല. MLA-മാർ 13 ഉണ്ടാവും, മറ്റത് എനിക്കറിയില്ല. ഒരു പ്രാതിനിധ്യം വേണ്ടി വരും. അതേക്കുറിച്ചില്ല, നോ കമന്റ്. അല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതേക്കുറിച്ചൊന്നും കമന്റ് ഇല്ല. ഞാൻ എൻ്റെ സബ്ജക്ട് എക്സ്ക്ലൂസീവ്ലി കോഴിക്കോട് ഡിസ്ട്രിക്ട്, കോഴിക്കോട് ജില്ല മാത്രം, അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ നാളെ മുതൽ അങ്ങനെ അല്ല. അത് അങ്ങനെ മതി, അത്രയേ ഉള്ളൂ. ഒരു ലോ പ്രൊഫൈൽ അങ്ങനെ പോയാൽ മതി, അത്ര തന്നെ. എന്നാലും വിജയപ്രതീക്ഷയാണ്. അദ്ദേഹം ആദ്യം മുതൽ പറയുന്നത് 13 നേടി വിജയിക്കുമെന്നാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ശരിയായി മാറുന്ന കാഴ്ച കണ്ടിരുന്നു. ഒപ്പം ഈ സ്ട്രോങ് റൂം വിവാദമടക്കം പല കാര്യങ്ങളും പാർട്ടി ഉന്നയിക്കുന്നു. അക്കാര്യങ്ങളിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പ്രവീൺ കുമാർ പറയുന്നത്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ UDF-ന് തുടർച്ചയുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥിയും കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയ് ന്യൂസ് 18-നോട്. വികസന തുടർച്ച തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ അംഗീകാരത്തിന് കാരണമാക്കുകയെന്നും ദീപക് ജോയ് പറഞ്ഞു. നല്ല റിസൾട്ട് ഉണ്ടാവും. UDF-ന്റെ ഭരണം ഉണ്ടാവും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. ജനങ്ങൾ ഈ ദുർഭരണത്തെ, ഈ ദാർഢ്യത്തിൻ്റെ ഭരണത്തെ, ധിക്കാരത്തിൻ്റെ ഭരണത്തെ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തൂത്തെറിയും. 30 വർഷക്കാലം UDF-ന്റെ ഉറച്ച കോട്ടയാണ്. തീർച്ചയായും അത് UDF നിലനിർത്തും. UDF-ന്റെ ഒരു തുടർച്ചയുണ്ടാവും. തീർച്ചയായും വികസനങ്ങൾ തുടരും. എറണാകുളം ജില്ലയിൽ 14 സീറ്റും ഞങ്ങൾ ജയിക്കും. തീർച്ചയായും UDF-ന് ഭരണത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് സംഭാവന ചെയ്യുന്ന ജില്ലയായിരിക്കും എറണാകുളം ജില്ല. വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,835, പവന് 1,10,16,680. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 13,835, പവന് 91,400. വെള്ളി ഗ്രാമിന് 265, കിലോയ്ക്ക് 2,65,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പുതിയ വാർത്താ ബുള്ളറ്റിൻ കാണാം. എൽദോ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.